കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് അട്ടൂർ എന്ന മാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കാണാതായ ഡ്രൈവർ രജിത് കുമാറിനെ പോലീസ് കണ്ടെത്തി. ഗുരുവായൂരിൽ വെച്ചാണ് ഇയാളെ കണ്ടെത്തിയത്. ജോഷില ചേരുന്നു. ജോഷില, ഇയാളെ ഏത് സാഹചര്യത്തിലാണ് കാണാതായത്? ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി വിശദമാക്കാമോ? ഷമി, വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് മാമി എന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 20 വർഷമായി ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഡ്രൈവർ രജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം ഒരു 7 ദിവസം മുൻപ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കാണാതായി എന്നുള്ളതാണ് ബന്ധുക്കൾ നടക്കാവ് പോലീസിൽ നൽകിയ പരാതി. അദ്ദേഹത്തെയും ഭാര്യയെയും കാണാനില്ല എന്നുള്ളതായിരുന്നു. കോഴിക്കോട്ടെ ഒരു ലോഡ്ജിൽ നിന്നും അവർ പുറപ്പെടുന്ന രണ്ട് ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം അവർ ഒരു ഓട്ടോയിൽ പുറപ്പെടുന്ന CCTV ദൃശ്യം മാത്രമായിരുന്നു ഏക വഴി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ന് ഗുരുവായൂരിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും കണ്ടെത്തുന്നത്. രജിത് കുമാറും ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ആദ്യം ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷമാണ് തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വന്നതാണ് എന്നൊക്കെയാണ് ആ ഒരു വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത്. ഗുരുവായൂർ പോലീസ് ഇവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നിങ്ങളല്ലേ രജിത് കുമാർ എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇവരുടെ ഫോട്ടോ സഹിതം പോലീസിലടക്കം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോട്ടോ കാണിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ വിവരം, അല്ലെങ്കിൽ നടക്കാവ് പോലീസിലേക്ക് ഈ വിവരം ഗുരുവായൂർ പോലീസ് അറിയിക്കുന്നത്. എന്തായാലും നടക്കാവ് പോലീസ് ഇപ്പോൾ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രജിത്തിനെയും ഭാര്യയെയും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. 20 വർഷമായി മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെ ചോദ്യം ചെയ്താൽ പല രഹസ്യങ്ങളും പുറത്തു വരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് മാമിയുടെ ബന്ധുക്കളടക്കം പോലീസിലും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലും അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജോഷിലയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.